Hi friends, welcome back to Bloom Taste and Tips. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു പായസമാണല്ലോ സേമിയ പായസം. തേങ്ങാപ്പാലോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാതെ തന്നെ നമുക്ക് വളരെ രുചികരമായിട്ട് സേമിയ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ പാൽപ്പായസം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് ബൂന്തി അല്ലെങ്കിൽ ബോളി. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. അപ്പൊ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാനിവിടെ 100 ഗ്രാം റോസ്റ്റഡ് വെർമിസെലിയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് വെർമിസെലി അല്ല എങ്കിൽ റോസ്റ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. വെള്ളം 200 ml വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പാല് 1/2 ലിറ്ററും 1/2 കപ്പുമാണ് എടുത്തിരിക്കുന്നത്. വാങ്ങിയ പാല് പായസത്തിലോട്ട് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ചാറിയ പാല് മാത്രമേ ചേർക്കാവൂ. 150 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ആദ്യം നമുക്ക് പായസം തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് വെർമിസെലി ചേർത്ത് കൊടുക്കാം. അതുപോലെ വെർമിസെലി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മൂടി അടച്ചു വെച്ച് 3 തൊട്ട് 4 മിനിറ്റ് വരെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെർമിസെലി കാണുമ്പോൾ തന്നെ അറിയാം ഈ സ്റ്റേജിൽ ഏകദേശം 50% കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ലിറ്റർ പാലൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഏകദേശം ഒരു 8 മിനിറ്റോളം വേകാനായിട്ട് വെക്കണം. ഇനിയുള്ള വേവ് പാലിൽ കിടന്നാണ് വേവേണ്ടത്. പാത്രത്തിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ കണ്ടോ, പാല് നല്ല കുറുകി വെർമിസെലി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 150 ഗ്രാം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പായസത്തിൽ കിടന്ന് നല്ല അരിഞ്ഞു വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും പായസത്തിലെ ജലാംശം കൂടും. അതിന്റെ ജലാംശം ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. സേമിയ പായസം ചെയ്യുമ്പോൾ വെർമിസെലി നല്ല രീതിയിൽ കുക്കായതിനു ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവൂ. വെർമിസെലി മുഴുവനായി വേകുന്നതിന് മുന്നേ പഞ്ചസാര ചേർത്താല് വെർമിസെലി നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പായസം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി അടച്ച് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. പായസം ഗാർണിഷ് ചെയ്യാനുള്ള ചേരുവകളെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ മാറ്റി വെച്ച പാലിൽ നിന്ന് 1/2 കപ്പ് പാല് കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. പായസം ഗാർണിഷ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പായസം വീണ്ടും കട്ടിയാകും. ഉടനെ തന്നെ വിളമ്പുകയാണെങ്കിൽ ഈ കൺസിസ്റ്റൻസി മതിയാകും. അതേസമയം കട്ടി കുറയ്ക്കുന്നതിനായി ചൂട് പാലോ ചൂട് വെള്ളമോ ചേർത്ത് കട്ടി കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇലയിൽ ഒഴിക്കുമ്പോഴുള്ള പായസത്തിന്റെ ശരിക്ക് കൺസിസ്റ്റൻസി ഇതാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ സേമിയ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. എല്ലാവരും ഈ ഓണത്തിന് പായസം തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം കൊണ്ട് ചെയ്യാവുന്ന ഒരു പായസമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്